2020 ബി ജെ പിയിലേക്ക് പോയപ്പോൾ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തൊരു കാര്യമാണ്. BDJS-ന് ബി ജെ പിയിലുള്ള സ്ഥാനം കുറഞ്ഞു. അവർക്ക് ബി ജെ പിയിൽ ഇനിയിപ്പോൾ വലിയ രീതിയിലുള്ള സ്ഥാനമൊന്നുമില്ല, ഒരു രണ്ടാം തരക്കാരനായി അവരെ മാറ്റിയോ എന്നുള്ളൊരു സംശയം പലപ്പോഴായി നമ്മൾ പോലും ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ BDJS-നേക്കാൾ കൂടുതൽ കുറച്ചുകൂടി 2020 കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ സാധിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ചില ചിഹ്നങ്ങളിൽ കുത്താൻ ചിലർക്കൊരു മടുപ്പായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എത്രയൊക്കെ CPM കാരനാണ് അല്ലെങ്കിൽ എത്രയൊക്കെ LDF കാരനാണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ മാറ്റി കുത്തേണ്ട സാഹചര്യം വന്നാൽ പോലും പലപ്പോഴും ഭരണമാറ്റം ആഗ്രഹിച്ചാലും CPM-ലേക്ക് തന്നെ കുത്തിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അതെ, ചിഹ്നം കാണുമ്പോൾ മാറ്റിക്കുത്താൻ കൈവറക്കും എന്ന് പറയുന്നത് പോലെ BJP-യിലാണെങ്കിലും താമര ചിഹ്നത്തിൽ കുത്താൻ ചിലർക്ക് ഒരു മടിയായിരിക്കും സ്വാഭാവികമായിട്ടും. അങ്ങനെ മടിയുള്ളവരുടെ വോട്ട് പിടിക്കാനായിട്ട് 2020 ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് BJP-ക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ത് തോന്നുന്നു? അല്ല ഹർഷ, അത് കറക്റ്റാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ആന്റി ഇൻകംബൻസി ഇത്രയും നിൽക്കുമ്പോഴും നമ്മൾ പറയുമല്ലോ, ഈ എന്താ പറയുക, ചാണകസംഖ്യ എന്നും അല്ലെങ്കിൽ CPM അനുഭാവികളെ മറ്റൊരു പേരും പറയുമല്ലോ. എന്താ അതിൻ്റെ എനിക്ക് ന്യൂജൻ ഭാഷ എനിക്കറിയില്ല. ഏതായാലും അത്തരത്തിൽ ഈ പറയുന്ന പോലെ കുത്താനായിട്ട് ചെല്ലുന്നവരെ സംബന്ധിച്ച് ഒരു അറപ്പുണ്ടാവും. അപ്പോൾ BJP-യെ സംബന്ധിച്ച് BJP നമ്മൾ കരുതുന്ന പോലെയല്ല. അവർ ഓരോ സ്ഥലത്തും അവരുടെ വേരോട്ടത്തിന് അവർ കറക്റ്റ് കൃത്യമായ ഒരു പ്ലാനിങ് അവർക്കുണ്ട്. അപ്പോൾ ഈ 2020 എന്ന് പറയുന്ന ഒരു പ്രാദേശിക പാർട്ടി ഈ പറയുന്ന പോലെ നമ്മൾ പെരുമ്പാവൂരും അല്ലെങ്കിൽ ആ പരിസര പ്രദേശങ്ങളിലും മാത്രമൊക്കെ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞ് അവർ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളത് കുറച്ചെങ്കിലും വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ സാബു എന്ന് പറയുന്ന ഈ പറയുന്ന വ്യവസായിയെ സംബന്ധിച്ച് അദ്ദേഹം ഇതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അദ്ദേഹത്തിന് ചില പ്ലാനുകളുണ്ട്. കാര്യം ഇനി ഒരു നീണ്ട 10 വർഷം കൂടി ചിലപ്പോൾ BJP കേന്ദ്രത്തിൽ ഭരിച്ചാൽ ഇവിടെയുള്ളവരെ അദ്ദേഹത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എന്ന് പറയുന്ന ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഇവരൊക്കെ തന്നെ കാശിന് പലപ്പോഴായിട്ട് ഇവിടുത്തെ വ്യവസായ മന്ത്രി രാജീവ് അല്ലെങ്കിൽ പലരും കാശിനായിട്ട് അവിടെ ചെന്ന് കാശ് മേടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ അദ്ദേഹത്തിന്റെ വ്യവസായത്തിന് ഒരു ഉന്നമനം ഉണ്ടാക്കി അവരാരും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ മാങ്ങാ ചിഹ്നത്തിൽ, മാങ്ങയാണ് അവരുടെ ചിഹ്നം, മാങ്ങാ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ NDAയുടെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ ഈ കുത്തുന്ന കാര്യം അവർക്കൊരു മടി ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ്. എറണാകുളത്ത് നിൽക്കുന്ന BJP സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് മിക്കവാറും പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷം ഉള്ളത് എന്ന് കണക്കാക്കിയിട്ട് പെരുമ്പാവൂര് പറഞ്ഞോളൂ. ഇവിടെ ഈ പറയുന്നത് പോലെ BJP സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു കാര്യം വരുമ്പോൾ എറണാകുളത്ത് എന്തോ 2 മണ്ഡലത്തിലോ മറ്റു 14 മണ്ഡലങ്ങളിൽ 2 മാത്രമാണ് BJP-യുടേതായ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികളെ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ 2020 സ്ഥാനാർത്ഥികളെ നിർത്താം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു BJP-യുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2020 നേരത്തെ ഒരു വളർച്ചയുണ്ടായിരുന്നു, അത് യാഥാർത്ഥ്യമാണ്. പെട്ടെന്ന് ഒരു വളർച്ച എന്ന് പറയുന്നത് പോലെ അവര് ഗ്രാജുവലി വളർന്നൊരു ഒരു സംഘടന തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഈ പറയുന്ന ആ പ്രദേശത്തൊക്കെ തന്നെ അവിടുത്തെ പഞ്ചായത്തൊക്കെ അവരല്ലേ ഭരിക്കുന്നത്. അതെ, അപ്പോൾ പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കുറച്ചൊരു ഇടിവ് സംഭവിച്ചോ എന്നുള്ളത് സംശയമാണ്. അതോടൊപ്പം തന്നെ BJP-യിലേക്കുള്ള 2020-യുടെ ഒരു ചേക്കേറൽ പലർക്കും അത് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കുരുപൊട്ടിയിരിക്കുന്നത് മിക്കവാറും CPM-ന് തന്നെയാണ്. അല്ല, ഈ 2020-ക്കകത്ത് ഉണ്ടായിരുന്ന പലരും 2020 വിട്ട് കോൺഗ്രസിലേക്കും CPM-ലേക്കും പോകുന്ന ഒരു സാഹചര്യം അത് ഈ പറയുന്ന നമ്മൾ പറയുന്ന പോലെയൊന്നും അല്ല, ഒരുപാട് പേരൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു പരിധിയിലധികം 2020 എന്ന് പറയുന്ന അത്രത്തോളം വലിയ സംഘടനാ ശക്തിയുള്ള ഒരു പാർട്ടിയൊന്നും അല്ല. പക്ഷെ അതിൽ നിന്നും എറണാകുളം ജില്ലയിൽ അറിയാമെന്നുള്ള ഒരു അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ബേസ് എറണാകുളത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളം ഒട്ടാകെ അവർക്ക് ആകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്ന് പലപ്പോഴായി സാബു ജേക്കബ് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ 2020 BJP-യുമായി ലയിക്കും അല്ലെങ്കിൽ BJP-യോട് ചേർന്ന് നിൽക്കും എന്നുള്ളത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പ്ലാൻ കറക്റ്റ് സ്ട്രാറ്റജിയും കൂടെ ആയിരുന്നു. അതെ, പക്ഷേ BJP-ക്ക് അവർ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ 2020 കേരളത്തിൽ ഒരു പിടിച്ചു നിൽക്കണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെയോ അല്ലെങ്കിൽ മുന്നണിയുടെയോ സഹായം കൂടിയേ തീരൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പറയുന്ന CPM-നും അല്ലെങ്കിൽ LDF-നും UDF-നും ബദലായ ഒരു പാർട്ടി എന്ന് പറഞ്ഞു തുടങ്ങിയ 2020 പിന്നീട് ഈ 2 മുന്നണികളിലേക്കും പോയി ചേരാൻ സാധിക്കില്ല. ആ ഒരു നിലയിലെത്തിയപ്പോഴാണ് BJP-യിലേക്ക് പോകാം എന്നുള്ളത് ബിസിനസ്സുകാരനായ സാബു. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബിസിനസ് വളർച്ചയ്ക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ, ഒരിക്കലും പാർട്ടിയുടെ വളർച്ചയല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് BJP-യിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. BJP നമുക്കറിയാം ബിസിനസ്സുകാരെ ഉയർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആളുകൾക്ക് മാത്രമുള്ള ഒരു പാർട്ടിയായി BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കാര്യം പറയേണ്ടത്, BJP എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന മധ്യവർഗത്തെയാണ്. അവർക്കറിയാം ഇപ്പൊ കേരളത്തില് ഈ പറയുന്ന ഈ കൂലിപ്പണി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങ് ഒരുപാട് നിൽക്കുന്നവരൊന്നുമല്ല, മധ്യവർഗമാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ. അപ്പൊ മധ്യവർഗത്തിന്റെ വോട്ട് അവർ എല്ലാ ജില്ലയിലും അവർ തേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മധ്യവർഗത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇവർ ഇത്തരത്തിൽ 2020 എറണാകുളം ജില്ലയിൽ അവർ കൂടെ കൂട്ടിയത് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ 2020 സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ന്യൂനപക്ഷത്തിന് വോട്ട് ചെയ്യാൻ
ഒരു വൈമുഖ്യം ഉള്ള താമര ചിഹ്നത്തിന് എന്നുള്ള ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടുകയും പെരുമ്പാവൂര് അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പിന്നെ കുന്നത്തുനാട് എന്നൊക്കെ പറയുന്നത് ശരിക്കും ആലുവ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ തന്നെ ന്യൂനപക്ഷം എത്രത്തോളം ഉണ്ട് എന്ന് BJPക്ക് കൃത്യമായി അറിയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പിന്നെ ജമാഅത്തിയുടെ തന്നെ പിന്നെ അവരുടെ സാമുദായിക നേതാവ് പോയി നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടു. ഞങ്ങൾ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ന്യൂനപക്ഷം വളരെ സേഫാണ്, ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല എന്ന് ആണ് മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ പോയി പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി അവർ കേരളത്തിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാളും ന്യൂനപക്ഷ സമുദായത്തെ കൂടെ നിർത്തുന്നു എന്നൊരു തോന്നൽ ഉണ്ടായി തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ ചിഹ്നത്തിൽ, പ്രസ്തുത ചിഹ്നം. കാര്യം താമരയിൽ കുത്താൻ മടിക്കുന്ന ന്യൂനപക്ഷ സമുദായം, അത് ക്രിസ്ത്യൻ വോട്ടും അതുണ്ട്. ക്രിസ്ത്യൻ വോട്ടിലും വളരെയധികം വലിയൊരു ഘടകം ക്രിസ്ത്യൻ വോട്ടും താമരയിൽ, ഈ ചിഹ്നം വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാങ്ങാ ചിഹ്നം 2020 ഒരു നിർണായക ശക്തിയായി എറണാകുളം ജില്ലയിൽ മാറും. അപ്പോൾ BJP വ്യക്തമായി ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ കോർപ്പറേറ്റുകളെ കൂടെ കൂട്ടി എന്നൊരു വാചകം ഹർഷ പറഞ്ഞു പോയി. അപ്പോൾ കോർപ്പറേറ്റുകളെ കൂടെ കൂട്ടുന്നത് കോർപ്പറേറ്റുകളോട് വലിയ വ്യവസായികൾ അല്ലെങ്കിൽ വലിയ കാശുകാർക്ക് ആഭിമുഖ്യം ഉണ്ടാകുന്നു എന്നതിനേക്കാളും ഈ പറയുന്ന പോലെ മധ്യവർഗം എന്ന് പറയുന്ന അന്നെന്നുള്ളതിനേക്കാളും ജീവിത സൗകര്യങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അവർക്കൊക്കെ കാര്യങ്ങളൊന്ന് സ്മൂത്തായിട്ട് പോകണം. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ച് അവർ പ്രാക്ടിക്കലായിട്ട് പോകുന്ന ആളുകൾ ഇപ്പോൾ ക്രിസംഖികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എറണാകുളം ജില്ലയിൽ 2020 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തി തന്നെയായിരിക്കും. സാബു എം ജേക്കബും എറണാകുളം ജില്ലയിൽ ഒരു ഏതാണ് സീറ്റ് എന്നുള്ളത് ആയിട്ടില്ല, അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. പെരുമ്പാവൂർ അവർക്ക് ഉണ്ടാവും, ആലുവയിൽ അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവും, ഏറ്റവും കുറഞ്ഞ 10ഓളം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ തട്ടുകൾ ഉണ്ടാകാൻ പോകുന്നത് BDJS-നായിരിക്കും. BDJS-നെ ഈഴവ കമ്മ്യൂണിറ്റിയുടെ, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറയുമ്പോഴും 27% ഓൾ കേരള ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ടും തങ്ങളിലേക്ക് വരാൻ അത് അവരെയും അവർ ചേർത്ത് നിർത്തും. അവരെ സംബന്ധിച്ച് എങ്ങനെയായാലും കേരളത്തിലൊരു വേരോട്ടം ഉണ്ടാകുന്നതിന് എന്താണ് അത് വേണ്ടത്, എന്ത് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യണമെന്നുള്ളത് BJP അതിഭീകരമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അവരുടെ ഒരു എന്താ പറയുക ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ഫൈനലും അല്ല, എങ്ങനെയാണ് ഈ ക്ലസ്റ്റർ മത്സരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം, എങ്ങനെ ഓരോന്ന് ചെയ്യാം. അപ്പോൾ അതിൽ ആ വലയിൽ വീഴാൻ പോകുന്ന CPM ആണ് അവരുടെ ആ നീക്കത്തിൽ. കാര്യം ഇപ്പോൾ ഈ പ്രാവശ്യം അവരെങ്ങനെ വരുമ്പോൾ അവർക്ക് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും വെട്ടണം. കോൺഗ്രസ് മുക്ത ഭാരതം, അത് കോൺഗ്രസ് എത്രത്തോളം സംസ്ഥാനങ്ങളിൽ ഇല്ലാതാവും അത്രത്തോളം ഭാരതത്തിൽ കോൺഗ്രസ് ഇല്ലാതാവും. അതിന് CPM-ന് ഒരിക്കൽ ഇപ്പോഴത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, CPM നേതാക്കളെ ഭരണത്തിനെതിരെ BJP-യുടെ എത്ര നേതാക്കൾ ഈ പറയുന്ന പോലെ രൂക്ഷ വിമർശനം നടത്തണം അല്ലേ, നമ്മൾ കാണുന്നുണ്ടോ? സുരേന്ദ്രൻ സാധാരണ എന്തെങ്കിലുമൊക്കെ പിണറായി വിജയനെതിരെ പറയുന്നത്, V മുരളീധരൻ എന്തെങ്കിലുമൊക്കെ പിണറായി വിജയനെതിരെ സർക്കാരിനെതിരെ പറയുന്നത്, ഇവിടെ എത്ര നമ്മൾ കേൾക്കുന്നു? ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ പോലും പറയുന്നത് കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ ഇലക്ഷൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ശോഭ സുരേന്ദ്രൻ പറയുമായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. മാങ്ങാ ചിഹ്നം 2020 ഈ പറയുമ്പോൾ തമാശ മാങ്ങ തേങ്ങ എന്നൊക്കെ കളിയാക്കും, പക്ഷേ 2020 ഒരു നിർണായക ഘടകമാകും. NDA ഘടകകക്ഷികളിൽ BDJS-നേക്കാളും ഒരു വേള ചില ജില്ലകളിൽ, ഇപ്പോൾ കോഴിക്കോട് ചിലപ്പോൾ നിർത്തിക്കൂടുന്നില്ല, കോഴിക്കോടും അവർക്ക് സ്ഥാനാർത്ഥികൾ അപ്രസക്തമാവാം. പക്ഷേ അങ്ങോട്ട് പോകുന്നവർ ഇപ്പോൾ BJPക്ക് തന്നെ AN രാധാകൃഷ്ണൻ ഇവിടെ എത്ര തവണ മത്സരിച്ച് തോറ്റ ഒരാളാണ്, കൃഷ്ണദാസ് എത്ര തവണ മത്സരിച്ച് തോറ്റ ഒരാളാണ്, രമേശ് എത്ര തവണ മത്സരിച്ച്, എന്നാലും അവർക്കൊക്കെ കുറച്ച് വോട്ട് അവരുടേതായ പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം 2020 പ്രവേശനം എത്ര കണ്ട് BJPക്ക് ഗുണകരമാകുമെന്നുള്ളത്. നമ്മുടെ ഒരു ചെറിയ വിലയിരുത്തൽ തീർച്ചയായിട്ടും BJPക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് 2020 ഒരു സപ്പോർട്ട് തന്നെയാകും. താമരയ്ക്ക് കുത്താൻ മടിക്കുന്നവർ മാങ്ങാ ചിഹ്നത്തിൽ കുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം.